ഞാൻ ഇന്ന് ഇവരില്ലേ വലിയൊരു സാമ്രാജ്യം വലിയൊരു ബേസ് തന്നെ കിട്ടിയിരിക്കുകയാണ്. ഈ ഗ്ലോസ് ക്യൂബിനാണ് ഞാൻ ഇട്ടതേയില്ല. ട്രോപ്പിക്കൽ ഫിഷിന് ഇട്ടപ്പോൾ ഇടാക്കിയതാണ്. പിന്നെ ഞാൻ ഈ സാധനം വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴോ ഇവിടെ ഫുള്ളും ഗ്ലോസ് ക്യൂബ്സ്. ഇത്രയ്ക്ക് വലിയൊരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയ്ക്ക് എടുത്ത്. കാരണം ഈ ഒരു ബിൽഡിങ്ങിനൊക്കെ ഇത്രയ്ക്കും സമയം എടുക്കുവാണ്. കാരണം ഇല്ല 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയ്ക്കും വലിയൊരു ബിൽഡ് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നമുക്ക് ഫസ്റ്റ് ഈ ബിൽഡ് പിന്നെ ഞാൻ വീടുണ്ടാക്കി ഈ ഒരു വലിയൊരു മെഗാ മാൻഷൻ ഉണ്ടാക്കി വെച്ചിരുന്നേ ഉള്ളൂ. അല്ല അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല. സ്റ്റെയർ പോലും ഉണ്ടാക്കിയിട്ടില്ല. സ്റ്റെയറിന് വേണ്ടി ലിഫ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. മറ്റേ ഇതല്ല 5 സ്റ്റാർ ഫോണിൽ ഇതാണെങ്കിൽ സാധാരണ ലിഫ്റ്റിൻ്റെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മട്ടയാലും മുകളിലേക്കെത്തും താഴേക്കെത്തും. മറ്റേതാണെങ്കിൽ കുറേ എണ്ണം 3 നിലയാണ് ഉള്ളത്. അതുകൊണ്ട് 3 എണ്ണം വേറെ ഉണ്ടാക്കി വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെക്കാൻ. ഇത് ലിഫ്റ്റിൻ്റെ ഇതിൽ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വല്ല സാധനങ്ങളും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനത് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും. പിന്നെ ബെഡ്റൂമിൻ്റെ കാര്യം ഏറ്റവും മുകളിലത്തെ നിലയിൽ ഞാൻ സെറ്റ് ചെയ്യാനാവും പ്ലാൻ. പിന്നെ അതിൻ്റെ മോഡലൊക്കെ അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കാം ഏത് ഇതാണ്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും കമൻറ്റ് ഇട്ടെന്ന് വെച്ചോ, ആരുടെ കമൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് ആ കമൻറ്റും അങ്ങനെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന 5-10 കമൻറ്റ്സ് ഞാൻ ഇതാക്കി നോക്കും. അതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമൻറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഡ്റൂമിൻ്റെ മുകളിലാവും ഞാൻ നോക്കാൻ പോകുന്നത്. അങ്ങനെ സജഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ബേസ് ചുറ്റും ഞാൻ വലിയൊരു മെഗാ ബേസും കൂടി സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സാധാരണ ഞാൻ ഒരു മാൻഷൻ ഉണ്ടാക്കി വെച്ചു. ഇത് മിക്കോരും ക്രീപ്പറിൻ്റെ പണിയാണ്. നിങ്ങൾക്കറിയാലോ ഈ ക്രിയേറ്റീവിൽ ക്രീപ്പർ നമ്മൾ കണ്ടാൽ പൊട്ടിത്തെറിക്കത്തില്ല. പക്ഷെ ഇതെല്ലാം അങ്ങനെ സംഭവിക്കുന്നു. അതെന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിഞ്ഞ പോലെ ഇപ്പോൾ ബാക്കിയുള്ള വല്ലതിനെയും കണ്ട് പേടിച്ചിട്ടാണെങ്കിലോ പേടിച്ചിട്ടല്ല മോപ്സിനെ കണ്ടു ഇതായിരിക്കുന്നു വേറെ ഒറ്റ ഇത് വീടിൻ്റെ ഉള്ളിൽ. ഞാൻ മുമ്പ് ഒരു കമൻ്റൊക്കെ യൂസ് ചെയ്തതിനും എല്ലാം ഇതിപ്പോൾ ഞാൻ കൊല്ലാത്തതിൻ്റെ കാരണം ഇതിൻ്റെ അടുത്ത് ഞാൻ ട്രോപ്പിക്കൽ ഫിഷിനെ ഇത് അതിനൊപ്പം ചാകുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ തന്നെ വെച്ചിതാക്കിയോളം ഞാൻ തുറക്കാതെ വന്നു എൻ്റെ ഉള്ളിൽ കയറി. ഇത് ഞാൻ മിക്കവാറും കാര്യമാണ് ഞാൻ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെക്കും. പിന്നെ ഈ ഒരു മെഗാ ബേസ് മാത്രമല്ല, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഈ ഒരു മെഗാ ബേസിൽ ഇപ്പോൾ തന്നെ ഒരു മാൻഷൻ ആയിട്ടുള്ളൂ. ഞാൻ ഇതിന് ചുറ്റും വലിയ ഒരു മാൻഷൻ സെറ്റ് ചെയ്ത് വയ്ക്കും. വലിയൊരു ഇത് സെറ്റ് ചെയ്ത് വയ്ക്കണം എന്നാൽ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ 50-100 ബ്ലോക്കിൻ്റെ അങ്ങോട്ട് ഞാൻ വളഞ്ഞതാക്കും. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടും അത്രയ്ക്കും ബ്ലോക്ക്, പിന്നെ ഞാൻ ഇങ്ങോട്ടും ബ്ലോക്ക് വയ്ക്കും. അപ്പം അത്രയ്ക്കും ഇതിൻ്റെ മെഗാ ബേസിൻ്റെ ഒരു വലിപ്പം പറയുന്നത്. ആ ബേസിൻ്റെ ഉള്ളിൽ ഞാൻ ചിലപ്പോൾ ഒരു ഗ്രാൻഡ് സിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് സുധേണൻ്റെ പോലെ ഒരു സിറ്റിയത്തെ ഒരു ബിൽഡിങ് ഞാനൊരു വീഡിയോ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ്. ഇനിയും കുറേ എടുക്കാൻ ഒക്കെ ഉണ്ട്. അത് വേറെ കാര്യം നടക്കണം.
ഈ ഒരു ബേസിൻ്റെ നമ്മൾ സംസാരിക്കുകയാണ്. ഈ ബേസ് ഒരു വലിയ ബേസാണ്, അല്ല ഒരു മാൻഷനാണ്. ഇപ്പം ഈ മാൻഷനിൽ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചാണ് ഒരു നടുക്കൂടെ വഴി. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ബേസിൻ്റെ ഉള്ളിൽ ബെഡ്റൂം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒന്നുകൂടി അവതരിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഇപ്പോൾ കിച്ചൺ, ബാത്റൂം, അങ്ങനെ കുറേ ഇത് ഞാൻ വെറൈറ്റി ആയിട്ട് കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അതിലേക്ക് അത്രയ്ക്കും ഇന്നോവേറ്റീവായിട്ട് തോന്നിയിട്ടില്ല. എല്ലാവരും ഇന്നോവേറ്റീവ് അല്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഇത് നിങ്ങൾ എന്തായാലും അറിയിക്കേണ്ടതാണ്. ഞാനത് നോക്കിയിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും. നോക്കാം. ആരുടെ ഞാൻ ഏറ്റവും കൂടുതൽ കമൻറ്റ് നിൽക്കുന്ന 5 ദിനവും ഞാൻ ഇതാക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഗ്രാൻഡ് സിറ്റി മാത്രമല്ല, എൻ്റെ തന്നെ സ്പെഷ്യലായിട്ടുള്ള റോക്കറ്റിൻ്റെ ഒരു വലിയ ബിൽഡും കൂടി സെറ്റ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും. അതൊക്കെ നമ്മൾ ഈ ലെറ്റ്സ് പ്ലേൻ്റെ ലാസ്റ്റ് എപ്പിസോഡിൽ ഒക്കെ ആവും സെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നവർ അല്ല. എൻ്റെ ലെറ്റ്സ് പ്ലേൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഞാൻ ഒരു 200ാമത്തെ എപ്പിസോഡ് വെച്ചാണ് ഇത് ഇതാക്കാൻ പോകുന്നത്. 700ാമത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ 200 ദിവസം. പിന്നെ നമ്മുടെ 200 ദിവസമല്ലേ, ഞാൻ ചിലപ്പോൾ മടി വരാൻ ചാൻസ് ഉണ്ട്. ഇനി എന്താവില്ല, എനിക്ക് ആ മടി വരാതെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഈ ലെറ്റ്സ് പ്ലേ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം. ഇഷ്ടമായവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ കൂടി ഇത് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കേണ്ടതാണ്. കാരണം എനിക്കിപ്പോൾ 200-ന് താഴെ അത്രയ്ക്കും അല്ലെങ്കിൽ 1000-ന് താഴെ അത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. 200-ന് താഴെയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യേണ്ടതാവും. ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ ഇപ്പോൾ 100K വരെങ്കിൽ 100K അടിച്ചാൽ അതിൻ്റെ ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിലല്ലെന്ന് ഞാൻ പറഞ്ഞ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാര്യങ്ങൾ ഏറ്റവും വലിയ ഫ്ലോറാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആ ബെഡ്റൂമും അവിടെ എനിക്കിഷ്ടമുള്ള ഇതൊക്കെ കിട്ടുമല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനങ്ങളാവും ഞാൻ ഏറ്റവും മുകളിൽ ഇത് ചെയ്യാൻ പോകുന്നു. ഞാൻ അടുത്ത എപ്പിസോഡിലും ഇങ്ങനെ ഇടും. അത് 2ാമത്തെ ഫ്ലോറിൻ്റെ ഇടും. പിന്നെ 3ാമത്തെ എപ്പിസോഡിലാവും ഈ ഒരു ഫ്ലോറിൻ്റെ ഇതാവും. അപ്പോൾ 4ാമത്തെ എപ്പിസോഡിൽ ഇതും ചെയ്യും. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പറ്റി ചെയ്യും. അപ്പോൾ അതുവരയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ. എന്നെ പ്രതീക്ഷിക്കുന്നവർ ശ്രദ്ധിക്കുക. ഞാൻ ഇനിയും തീർത്തിട്ടില്ല. ഞാൻ ഇനിയും തീർത്തിട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി മോഡ്സ് അതും കൂടി കമൻറ്റ് ചെയ്തേക്കണേ. ആ വെറൈറ്റി മോഡ്സ് ആണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, അതിൻ്റെ ഒപ്പം ആ മോഡിൻ്റെ ലിങ്കും കൂടി ഒന്ന് എടുത്തേക്കണേ. എനിക്കിപ്പോൾ പ്ലേ സ്റ്റോറിൽ നോക്കി നല്ല മോഡ് കിട്ടാൻ ഒരു മോഡിങ് ആപ്പും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഗൈസ് എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഈ ഒരു ഇവിടെ വെച്ച് തന്നെ നമുക്ക് എല്ലാ ട്രോപ്പിക്കൽ ഫിഷ് ഇടും. ഒരു കാര്യം പറയാം, ട്രോപ്പിക്കൽ ഫിഷസ് ഞാൻ അടുത്ത ബെഡ് വരുമ്പോഴേക്കും അതല്ല ഗൈസ് ഇവിടെ എന്തായിരുന്നു ശ്രദ്ധിച്ചു. ഇവിടെ എന്തായിരുന്നു ഗ്ലോ സ്കിറ്റ്സ് കാണില്ല. എപ്പോഴത്തെ വെച്ചാണ്
ഗ്ലോസ് ക്യൂട്ട്സ് ഉള്ളതുകൊണ്ട് എല്ലാവരും കൊണ്ട് ഇത് പൊട്ടിച്ചോളേ. ഇത് പൊട്ടിച്ചളയാം നമുക്ക്. ഈ ഗ്ലോസ് ക്യൂട്ട്സ് അധികമായാലും പ്രശ്നമാണ്. അപ്പം ഞാൻ ഇവിടെ നോക്കി വയ്ക്കും. ചിലപ്പോൾ ഇതിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്താണ് ഗ്ലോസ് ക്യൂട്ട്സ് ഉണ്ടാവുന്നതിൻ്റെ കാരണവും എന്താണ് ഇതിങ്ങനെ വെച്ചാലാണോ പ്രശ്നം, അതോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് ഈ ഗ്ലോസ് ക്യൂട്ട്സ് ഉണ്ടായി പോകുന്നത്, അതൊക്കെ അടുത്ത എപ്പിസോഡിൽ നമ്മളത് ചെയ്ത് നോക്കുന്നതായിരിക്കും. പിന്നെ ഒരു 10ാമത്തെ എപ്പിസോഡിൽ ഞാൻ ഡ്രാഗനെ പോയി കൊല്ലുന്നത്. നമ്മളിപ്പോൾ ക്രിയേറ്റീവ് ലെറ്റ്സ് പ്ലേ ആണ്. ഇതുവരെ ആരും കാണാത്ത ഒരു വിചിത്രമായ ലെറ്റ്സ് പ്ലേ ആണെന്ന് എനിക്കറിയാം. ഇത് ഒരു ക്രിയേറ്റീവ് വേൾഡിലെ ലെറ്റ്സ് പ്ലേ ആണ്. പിന്നെ ഞാൻ സുഡിയനായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, നമ്മുടെ സുഡിയൻ ഒരു വില്ലേജ് ടൈപ്പാണ് എല്ലാ ബിൽഡ്സും. പക്ഷേ ഞാനാണെങ്കിൽ ഫുള്ള് മോഡേൺ ആക്കാനാണ് നോക്ക്. ഇതേ പ്രശ്നം. നിങ്ങൾ ആരെങ്കിലും സുഡിയൻ്റെ നമ്പറോ അല്ലെങ്കിൽ സുഡിയനെ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സുഡിയനോടൊന്ന് പറഞ്ഞേക്കണം. ഈ മോഡേൺ ഡിസ്പ്ലേ ഒന്ന് നോക്കാമെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാൻ ഇതാക്കിയിട്ടൊന്നുമല്ല. കമൻറ്റ് ചെയ്യാൻ എന്തായാലും സുഡിയനെ കാണാമൊന്നുമില്ല. കാരണം ഞാൻ മുമ്പ് വിച്ച് ഹട്ടിൻ്റെ കാര്യം എനിക്കറിയാമല്ലോ. വിച്ച് ഹട്ടിൻ്റെ ആ ടിവിയിൽ ഞാൻ മോഡലിൻ്റെ ഇത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സെറ്റാവുന്നത് എടുത്തത് മറ്റേ അറ്റാക്ക് ചെയ്യാൻ ആ മോഡായിരുന്നു. അതുകൂടി ഞാൻ പറഞ്ഞ എന്തായാലും എടുക്കാൻ പോകുന്നതാണ്. എനിക്ക് ആ വിശ്വാസമുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ റെക്കോർഡ് ചെയ്യാനുള്ള സമയം ചെയ്യുന്നത്. ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണം. അടുത്ത വീഡിയോ എന്തൊക്കെയല്ലോ. അപ്പം ഗുഡ് ബൈ.